കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയം സകല ജനാധിപത്യ മര്യാദകളും ലംഘിച്ചപ്പോഴാണ് അതിനെതിരെ ജനരോഷം ഉയർന്നത്. അങ്ങനെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ക്രമേണ ദുർബലമായി. പക്ഷെ പകരം കയറിക്കൂടിയത് എന്താണ്? നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു എന്ന് പരാതി പറയുന്നത് പ്രമുഖ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ്. തീർത്തും ആസൂത്രിതമായാണ് തീവ്രവാദ ശക്തികൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തീർത്തും മതേതരമാവേണ്ട നമ്മുടെ ക്യാമ്പസുകൾ പരസ്പര സംശയത്തിന്റെയും ശത്രുതയുടെയും കേന്ദ്രങ്ങളായിരിക്കുന്നു. മതേതര വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് ജീവൻ കൊടുത്തും പോരാടിയ ചരിത്രമുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്ക്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ രാഷ്ട്രീയ ചിന്തകൾക്കും സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾക്കും യുവത്വത്തിന്റെ ചടുലതയും പുതിയ ദിശാബോധവും നൽകാൻ ക്യാമ്പസുകൾക്ക് കഴിഞ്ഞിരുന്നു. ജവഹർലാൽ നെഹ്റു മുൻകൈയെടുത്താണ് ഈ കാലഘട്ടങ്ങളിൽ AISF രൂപീകരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകരായി അഖിലേന്ത്യാ തലത്തിൽ NSUവും കേരളത്തിൽ KSUവും ക്യാമ്പസുകളിൽ സ്വാധീനമുറപ്പിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസുകളിൽ സജീവമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും ബാധിച്ചു. AISF പിളർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടായി. ഇത്തരം ഗ്രൂപ്പുകളെയെല്ലാം അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകത്തിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളുടെ പ്രത്യയശാസ്ത്ര അടിത്തറ വിശദീകരിച്ചുകൊണ്ടാണ് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. KSUവിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവും സംഘടനാ ദൗർബല്യങ്ങളും നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയും SFIക്ക് അടിത്തറയായി. ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികളിൽ ഭൂരിഭാഗവും സ്വന്തമാക്കാൻ SFIക്ക് കഴിഞ്ഞു. ആശയ സംഘർഷങ്ങൾക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പതിവായപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമുണ്ടായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ ഈ വഴിത്തിരിവിൽ വെച്ചാണ് SFI പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിലെ ചുരുക്കം ചില കോളേജുകളിൽ തീവ്രവാദികളുടെ ശരിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു ക്യാമ്പസ്. ഒരു ഭാഗത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് അവർക്ക് ചെറിയ വിജയം നേടാൻ അവർക്ക് സാധിച്ചു. ഇതേ അവസ്ഥ തന്നെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ക്യാമ്പസ് യുണൈറ്റഡ് എന്ന പേരിലും മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന്റെയും RSS സഹായത്തോടുകൂടി ഒരു ഭാഗത്ത് ഈ ക്യാമ്പസ് യുണൈറ്റഡ് എന്ന ഇൻഡിപെൻഡന്റ് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് കോളേജുകളിലും ഹിന്ദു തീവ്രവാദവും മുസ്ലിം തീവ്രവാദവുമാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിക്കഴിഞ്ഞാൽ ക്രൈസ്തവ തീവ്രവാദ ഗ്രൂപ്പിനാണ് പിന്തുണ. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ക്യാമ്പസുകളെ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത്? ഇന്നത്തെ തീവ്രവാദത്തിന് ഈ BA ഹിസ്റ്ററിക്കാരെയോ BA ഇക്കണോമിക്സുകാരെയോ കിട്ടുന്നതിനേക്കാൾ നല്ലത് ആഗോളതലത്തിൽ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സ്കില്ലുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുന്നതാണ്. ഒരു ശരാശരി വിദ്യാഭ്യാസക്കാരന് ഒരു ചാവേറാവാൻ പറ്റും. ബൗദ്ധികമായി ഇന്നത്തെ ലോകത്ത് തീവ്രവാദം കളിക്കണമെങ്കിൽ തന്നെ അതിബുദ്ധി വേണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സമീപകാലത്തുണ്ടായ വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറകിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന് SFI ആരോപിക്കുന്നു. SFI യൂണിയൻ ഭരിച്ചിരുന്ന ഇവിടെ കഴിഞ്ഞ 3 വർഷമായി ഇൻഡിപെൻഡൻസ് എന്ന സംഘടനയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. SFI ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ചതാണ് ഇൻഡിപെൻഡൻസ്. വളരെ കൃത്യമായി മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഗൈഡ് ലൈൻ പ്രകാരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രവർത്തിക്കുന്നത്. അവർക്ക് NDFുമായി ബന്ധമുണ്ട്. കഴിഞ്ഞ വർഷം NDFന്റെ നേതാക്കന്മാരെയും NDFന്റെ ചില പ്രവർത്തകന്മാരെയും അവിടുത്തെ കോളേജ് യൂണിയന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പുറമെ പറയുന്ന ആളുകൾ നേതാക്കന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ SFIയുടെ ആരോപണം ഇൻഡിപെൻഡൻസുകാർ നിഷേധിക്കുന്നു. Independence means no political support. Example in the area because from 3 years the outsiders are coming in this campus like a verum election intervals में തേടി കൂടി സ്റ്റുഡന്റ് ഒക്കെ തല്ലും പിന്നെ പോകും. ഇതാണ് സ്ഥിരമായിട്ട് പരിപാടി. പക്ഷേ ഇഫ് ഞങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ ലോജിക് ആണ്. വൈ വി ഡിഡന്റ് യൂസ്? ഞങ്ങൾ എന്തിനെ യൂസ് ചെയ്തില്ല? NDFോ RSSോ ABVP എന്തിനെ യൂസ് ചെയ്തില്ല? പിന്നെ എന്താ യൂസ്? എന്താ പൊളിറ്റിക്കൽ സപ്പോർട്ട്? എന്തെങ്കിലും സപ്പോർട്ടിന്റെ SFI ചെയ്തിരുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും അങ്ങനെ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം ഒരു ഓർഗനൈസ്ഡ് മാഫിയ എന്നുള്ള നിലയിലായിരുന്നു SFIയുടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരുടെ എല്ലാ പൊള്ളത്തരങ്ങളും പൊളിച്ചെഴുതുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ വിശ്വാസമാവുകയും മറ്റുള്ള മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെ അവർ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന 14 സ്ഥാനാർത്ഥികൾ നിർത്തുകയല്ല ഞങ്ങൾ ചെയ്തത്. ഓരോ ബാച്ചിനോടും 200 പേരടങ്ങുന്ന ബാച്ചാണ് ഇവിടെ ഓരോ വർഷം വരുന്നത്. ആ ബാച്ചിനോട് ഞങ്ങൾ
അങ്ങോട്ട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ തന്നെ നിർത്തുക, ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് ജയിപ്പിക്കാം. അങ്ങനെ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് യാതൊരു രാഷ്ട്രീയ ബേസ് നോക്കാതെ, പുറത്തവന്റെ രാഷ്ട്രീയം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, എന്തും പോകട്ടെ, അങ്ങനെ ഈ ക്യാമ്പസിൽ ഈ പ്രൊഫഷനോട് തികച്ചും പുലർത്തുമെന്ന് ഉറപ്പുള്ള ഒരു 100% പ്രൊഫഷണലായി പുറത്തു വരാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ അവർ തന്നെ നിർത്തുകയും അവർ തന്നെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ക്യാമ്പസുകളിൽ കടന്നുകയറുന്നതിന് എന്തു മാർഗവും സ്വീകരിക്കാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നതായി ചില തെളിവുകളുണ്ട്. ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ പ്രാർത്ഥനാ മുറികളുടെ മറവിൽ മത തീവ്രവാദ സംഘടന നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ റെയ്ഡ് നടന്നു. ഹോസ്റ്റൽ ലഘുലേഖകൾ, യാതൊരു ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ലഘുലേഖകൾ, ആയുധങ്ങളൊക്കെ ക്യാമ്പസിന് പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ബന്ധമില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എന്തുകൊണ്ട് ഈ ലഘുലേഖകൾ വന്നു? പ്രത്യക്ഷത്തിൽ സ്വതന്ത്രർ, രാഷ്ട്രീയമില്ലാത്ത നല്ല കുട്ടികൾ, എന്നാൽ പൊതു അരാഷ്ട്രീയ വികാരം അനുകൂലമാക്കാൻ സ്വതന്ത്ര പരിവേഷമുള്ള എല്ലാ സംഘടനകൾക്കും കഴിയാറുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ഐക്യത്തെയും മതേതര ബോധത്തെയും തന്നെയാണ് തകർക്കുന്നത്. ചിലപ്പോൾ SFIയുടെ ആരോപണം ഒരു കുറ്റനെയാണ്. ക്യാമ്പസിൽ തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു തരം നെടുനായകത്വം നിലനിർത്തിയിരുന്ന വിദ്യാർത്ഥി സംഘടനയായിരുന്നു SFI. SFIയുടെ മുദ്രാവാക്യം തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ്. പക്ഷേ ഈ SFI പറയുന്ന ജനാധിപത്യത്തിൽ അവർ ജനാധിപത്യം ക്യാമ്പസിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ്. അവർക്ക് ഭീകരമായ അധീശത്വമുള്ള മിക്ക ക്യാമ്പസുകളിലും വിയോജന ശബ്ദത്തെ, വിയോജന സ്വാതന്ത്ര്യത്തെ, എന്ന് വെച്ചാൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അവർ നൽകിയിരുന്നില്ല. ഇത് ജനാധിപത്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരിക്കലും ആശയപരമായ അടിസ്ഥാനങ്ങളിൽ ഒത്തുകൂടാതെ കായികപരമായി തന്നെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം, അത് പലപ്പോഴും പല സംഘടനകളുടെയും മതസംഘടനകളുടെയും തീവ്രവാദി സംഘടനകളുടെയും പേരിൽ അവരുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പരമപ്രധാനമായി KSUവിന് പറയാനുള്ളത്, കേരളത്തിലെ ജനാധിപത്യ ചേരിയിലുള്ള വിദ്യാർത്ഥി സംഘടനകളെ, മതേതര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപകടകരമായ പ്രചരണം, ഹോസ്റ്റലുകളിൽ പ്രത്യേക പ്രാർത്ഥനാ മുറികൾ, മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പുരുഷന്മാരുമായി പ്രണയത്തിലാകരുതെന്ന് നിഷ്കർഷിക്കുന്ന ലഘുലേഖകൾ ഓരോ മുസ്ലിം പെൺകുട്ടിയുടെയും പേരിൽ തപാലിലെത്തുന്നു. ലൈംഗികതയെക്കുറിച്ച് ഏറെ വിവരിക്കുന്ന ലഘുലേഖകൾ തീവ്രവാദ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയവയാണെന്ന് വ്യക്തം. സ്വതന്ത്ര സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ കയ്യിൽ ധാരാളം പണം, പുതിയ മത മാനേജ്മെന്റുകളുടെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ മതപഠനത്തിന് പ്രത്യേക പിരീഡുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ പോലും ഉപയോഗപ്പെടുത്തുന്നത് മതം പ്രചരിപ്പിക്കാൻ. ക്യാമ്പസ് ഫ്രണ്ടിന്റെയും ABVPയുടെ ഒക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനം, അവരുടെ മനക്കൂട്ട് എന്ന് പറയുന്നത് പരമദ്വേഷമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ എന്ന ദ്വന്ദ്വത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, ഈ ഒരു അപരദ്വേഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇത് രണ്ടും. അപരദ്വേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് നല്ല ഡോക്ടർമാരാവാൻ പറ്റുക? അവർക്ക് എങ്ങനെ നല്ല ഡോക്ടർമാരാവാൻ പറ്റും? ഇവിടെ രാഷ്ട്രീയ മൗലികവാദം അഴിച്ചുവിടുന്ന, പൊളിറ്റിക്കൽ ഫണ്ടമെന്റലിസം അഴിച്ചുവിടുന്ന SFIയെ എതിർക്കാൻ റിലീജിയസ് ഫണ്ടമെന്റലിസം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും കേരളത്തിന് ഗുണപ്രദമായിരിക്കില്ല. പക്ഷെ കേരളത്തിലെ അക്രമ പ്രവർത്തനങ്ങൾ എന്ന് SFI അവസാനിപ്പിക്കുന്നു, എന്ന് മതേതര ചേരിയിലുള്ള, ജനാധിപത്യ ചേരിയിലുള്ള വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ അനുവദിക്കുന്നു, അന്ന് ഇത്തരം സംഘടനകൾ ദുർബലമാകും. നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ണുകളും ക്യാമ്പസുകളിലേക്കാണ്. തീവ്രവാദ ബന്ധം ആരോപിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവരാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ട NITയുടെ പ്രൊഡക്റ്റായ യഹിയ കമ്മുകുട്ടി കാലിക്കറ്റ് NITയുടെ പ്രൊഡക്റ്റാണ്. ഇങ്ങനെ പ്രൊഫഷണൽ ക്യാമ്പസിനെയാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനം ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് മിടുക്കന്മാരായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ആളുകളാണ് അവർക്ക് ആവശ്യം. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയവരും പുതിയ ക്യാമ്പസ് കാഴ്ചകൾ കാണണം. രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ അട്ടിമറിക്കപ്പെടും. കാരണം മതവർഗീയതയും ആവശ്യത്തിലേറെ പണവും ആഗോളവൽക്കരണത്തിന്റെ പ്രലോഭനങ്ങളുടെ പുതിയ കാലത്ത് ആരെയും വലയിലാക്കും. അതോടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ തകരും.